ദാവണി പൊക്കി പിടിച്ച് ചിന്നക്കുറുപ്പ് സ്റ്റേഷനിൽ വന്നു. ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. ചന്ദ്രപ്പനെ അങ്ങ് പൊക്കിയാലോ? ഓ പൊക്ക് പൊക്കിയിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശാൻ ഞാൻ നാട്ടുകാരെ കൊണ്ട് തടയിടും. ചെറിയ ധൈര്യമായിട്ട് പൊക്ക്. ചന്ദ്രപ്പനെ പെട്ടിന്നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി കുറുപ്പ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല, നളിനാക്ഷനെയും കാണാനില്ല. അതെന്തുപറ്റി? തുമ്പശ്ശേരി കുറുപ്പിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായിന്നാ കേട്ടത്. വത്സലേ, തുറക്കടി വാതില്. ചന്ദ്രപ്പ, ജനാർദ്ദന, ഒരുത്തരും കാണാനില്ലല്ലോ. എല്ലാം പോയി ചത്തോ? എടി വാതിൽ തുറക്കാൻ. നിന്നോട് തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. എന്തടാ കുറുപ്പേ, നിനക്ക് എന്താടി പറ്റിയത്? സകൽ നെട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? എല്ലാം ഒന്നുകൂടി ടൈറ്റായി. അകത്ത് പൂജ നടക്കുക. വാതിൽ തട്ടി ബഹളം വെച്ച നിങ്ങളുടെ സകല നട്ട് ഞാൻ അഴിച്ചിടും. വാതിലടച്ച് പൂജ നടത്താൻ നീ ആരാടി? തോന്നിയ ദിവസം കാണിച്ചാൽ വെടിവെച്ച് കൊല്ലും ഞാൻ. തന്റെ വെടി എന്റെ നെഞ്ചത്ത് വരുന്നതിന് മുമ്പ് താനാവിയായി ആകാശത്ത് കിടക്കും. ഒരുത്തനെ ഞാൻ ഇപ്പൊ ഇവിടെ ഓടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഇന്നലെ രാത്രി തുമ്പശ്ശേരി കുറുപ്പിനെ പട്ടിക്കൂട്ടിൽ ഉറക്കിയതും ജനാർദ്ദന കുറുപ്പിനെ കുളിമുറിയിൽ കിടത്തിയതും ചന്ദ്രപ്പനെ പെട്ടിയിൽ അടച്ചതും മറ്റാരുമല്ല, ശൈവഭൂതങ്ങൾ. ശൈവഭൂതങ്ങൾ ഒന്നും രണ്ടുമല്ല, 10,000 ഭൂതങ്ങൾ. ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നുവെന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂ. കുറുപ്പ് പോ. ദൈവമേ, അവള് ഫ്യൂസായി. അയ്യോ അയ്യോ. അയ്യോ മുതലാളി, ഞാനാ കാര്യസ്ഥൻ രാമക്കുറുപ്പ്. ഏത് കുറുപ്പ് അവിടെ? വിളിച്ചു കൂവരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുറുപ്പേ, കുറുപ്പേ, തന്നെയല്ലോ ഞാനോട് ഓടിച്ചത്. അകത്ത് പൂജ നടക്കാൻ പറഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ഇപ്പോഴത് മനസ്സിലായി. ഇനി പ്രതീക്ഷിക്കൂല. പ്രസാദം വാങ്ങിച്ചോളൂ. ഓം നമഃ ശിവായ.